വീടുകളിൽ ചാക്കുകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന 166 കിലോ ചന്ദനത്തടികൾ മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് പാഞ്ഞാൾ കിള്ളിമംഗലം പറോലപ്പിടികയിൽ വീട്ടിൽ യൂസഫിനെ അറസ്റ്റ് ചെയ്തു. ഉദ്യോഗസ്ഥർക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് വീടുകളിൽ നടത്തിയ പരിശോധനയിലാണ് ചന്ദനത്തടികൾ പിടികൂടിയത്. പൈങ്കുളം മേലേതിൽ വീട്ടിൽ സീതലവയുടെ പറമ്പിൽ നിന്നുമാണ് ചന്ദനത്തടികൾ മുറിച്ചു കടത്തിയത്. യൂസഫിന്റെ സഹായിയും കേസിലെ മറ്റൊരു പ്രതിയുമായ വാഴക്കോട് വളവ് സ്വദേശി കോലോത്തുകുളം വീട്ടിൽ അബൂബക്കർ ഒളിവിലാണ്. അബൂബക്കറിന്റെ വീട്ടിൽ സൂക്ഷിച്ച ചന്ദനത്തടികളടക്കം 6 കിലോ ചന്ദനത്തടികളും 160 കിലോ ചന്ദനച്ചീളുകൾ 13 ചാക്കുകളായി ഇവരുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചന്ദനമാണ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ പയങ്കുളം ഭാഗത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായ യൂസഫിൻ്റെ വീട്ടിൽ ചെന്ന് പരിശോധിച്ച് ഇന്നലെ നടന്ന കേസിലെ തൊണ്ടികളും എല്ലാം കണ്ടെത്തുകയും തുടർന്ന് അയാളുടെ വീട്ടിൽ നടത്തിയ വിശദ പരിശോധനയിൽ അയാൾ മുൻകാലങ്ങളിൽ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ചാക്കുകളിൽ ചന്ദനച്ചീളുകളും പൂളുകളുമായി 13 ചാക്കുകളിലായി ഏകദേശം 160ഓളം കിലോഗ്രാം ചന്ദനച്ചീളുകൾ സൂക്ഷിച്ചിട്ടുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ MV ജയപ്രസാദ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ A മണികണ്ഠൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ R ദിനേശൻ, TV പ്രവീൺ, KV അമൃത എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഇന്നലെ പൈങ്കുളം ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് ചന്ദനം മുറിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗത്ത് എത്തുകയും സെയ്തലവി എന്നിവരുടെ വീട്ടുപറമ്പിൽ നിന്നും യൂസഫ് എന്നയാൾ 2000 രൂപ കൊടുത്ത് വാങ്ങിച്ച ചന്ദനം മുറിച്ച് യൂസഫ് എന്നയാളെ വീട്ടിൽ കൊണ്ടുവെക്കുകയും ഈ വിവരം ലഭിച്ചതനുസരിച്ച് യൂസഫിന്റെ വീട്ടിലെത്തി പരിശോധനയിൽ 6 കിലോഗ്രാം ചെത്തി മിനുക്കിയ ചന്ദനത്തടികളും 160 കിലോഗ്രാമോളം ചന്ദനച്ചീളുകളും പൂളുകളും അടക്കം കസ്റ്റഡിയിലെടുക്കുകയും ടിയാനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ടിയാനെ അറസ്റ്റ് ചെയ്തതിന്റെ തുടർന്ന് ടിയാന്റെ മൊഴി പ്രകാരം വാഴക്കോട് ഭാഗത്തുള്ള അബൂബക്കർ എന്നയാളുടെ വീട്ടിൽ പരിശോധന നടത്തുകയും ഇയാളുടെ വീട്ടിൽ നിന്ന് 10 കിലോഗ്രാമോളം ചന്ദനവും അത് ഉപയോഗിക്കാൻ ഉപയോഗിച്ച ചന്ദനത്തിൽ കാതിലുണ്ടെന്ന് ഉപയോഗിക്കുന്ന ആഗർ എന്ന സാധനവും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ടിയാനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ചങ്ങായി ഒളിവിലാണ്.